ഹലോ ഓൾ. അപ്പം ഞാൻ ചെടികളുടെ വീഡിയോസൊക്കെ ഇടുമ്പോൾ ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് കേട്ടോ, വയലിലെ കൃഷികളും ഒക്കെ കാണിക്കണം. പക്ഷെ അങ്ങോട്ട് പോകാനൊന്നും പറ്റാറില്ല, കോളേജിൽ പോകാനുള്ളതുകൊണ്ട്. പിന്നെ വീഡിയോസ് എടുക്കാനും പറ്റാറില്ല എന്നുള്ളതാണ് സത്യം. ശനി ഞായറൊക്കെ കിട്ടുമ്പോഴാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നൊക്കെ തോന്നി ഓരോ വീഡിയോസൊക്കെ എടുക്കുന്നത്. ഇതിപ്പോൾ നമ്മുടെ വയലിലെ ഇഞ്ചി കൃഷിയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇഞ്ചി നമ്മുടെ വീട്ടിൽ കൊണ്ടുവന്നിട്ടുള്ളതാണ് കേട്ടോ ഇത്. ഇപ്പം അച്ഛനും അമ്മയും കൂടെ അതിൽ അഴുക്കൊക്കെ കളയുവാണ്. അതായത് മണ്ണൊക്കെ ഉണ്ടാവില്ലേ, അത് കളയുവാണ്. കടയിലേക്ക് കൊടുക്കുമ്പോഴത്തേനും അതങ്ങനെ ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ അതിങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനും അവരുടെ കൂടെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ. ഏകദേശം ഇത്രയൊക്കെ ഉണ്ടാവും സൈസ്. വലുതായിട്ടും കിട്ടാറുണ്ട്. അത്യാവശ്യം നമ്മൾ ചതിക്കാത്തൊരു കൃഷിയാണ് കേട്ടോ ഇഞ്ചി കൃഷി. വലിയ കുഴപ്പമില്ലാതെ നമുക്ക് വിളവ് കിട്ടാറുണ്ട്. ഈ പന്നിയൊക്കെ കയറി വയലൊക്കെ നശിപ്പിച്ച് കളയും. ഇപ്രാവശ്യം നമുക്ക് വയലിൽ വാഴയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം മഞ്ഞളാണ് കേട്ടോ. അതായത് ഇഞ്ചിയുടെ ഇടയ്ക്ക് നമ്മൾ മഞ്ഞളിടും. അതായത് ഈ ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ മഞ്ഞളും കിട്ടും. പിന്നെ രണ്ടാമതൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ കീടാണുക്കളൊക്കെ ഉണ്ടാകാതിരിക്കാനും ഇതിൻ്റെ കൂടെ മഞ്ഞളിടും കേട്ടോ. അതായത് ഇപ്പം പിന്നെ ഈ വേർതിരിക്കുന്നതിൻ്റെ ഒരു കാരണമായിട്ടും പറയാം കേട്ടോ നമുക്കത്. കാരണം മഞ്ഞൾ ഇതിൻ്റെ ഇടയ്ക്ക് പെട്ടുപോയാൽ തിരിച്ചറിയാൻ പറ്റത്തില്ല, രണ്ടും ഒരേപോലെ ഇരിക്കുന്നത് കൊണ്ട്. നല്ലൊരു വിളവ് നമുക്ക് വയലിൽ നിന്ന് ഇഞ്ചിയുടെ ഇതായിട്ട് കിട്ടാറുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞ പോലെ ചതിക്കാത്ത കൃഷി എന്നാണ് കേട്ടോ അച്ഛൻ പറയുന്നത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഞാൻ ചെടികളും കൂടെ ഒക്കെ ഒന്ന് വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചായിരുന്നു, പക്ഷേ അതിനുള്ള സമയമൊന്നും കിട്ടിയില്ല. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബൈ.